ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രത്തിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം കേസ് വിളിക്കുമ്പോൾ വിക്രത്തിൻ്റെ വക്കീൽ ഹാജരാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് വിക്രത്തിന് വേണ്ടി ദർശൻ കോടതിയിൽ ഹാജരാവുന്നതും വേദയുടെ മൊഴികളെയൊക്കെ പൊളിച്ചടുക്കി ദർശൻ വിക്രത്തിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദർശൻ്റെ വാദങ്ങളൊക്കെ ശരിയാണെന്ന് വെച്ച് കോടതി വിക്രത്തിനെ ജാമ്യത്തിൽ വിടുകയാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. വാസവൻ എന്നിട്ട് കോടതിക്ക് പുറത്തെത്തിയ വിക്രത്തിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വിക്രത്തിനോട് പറയുന്നുണ്ട്, നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട, കോടതിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുള്ളൂ, പക്ഷെ നിന്നെ പുറത്ത് കിട്ടണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ആ പോലീസുകാരൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസിനും കൂട്ടത്തിനൊക്കെ നിന്നത്. പക്ഷെ നീ എൻ്റെ കൈ കൊണ്ട് രക്ഷപ്പെട്ടു, എൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട. എൻ്റെ മകൻ ഇപ്പം എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ നീയും ആ ആശുപത്രിയിൽ കിടക്കും, മരണത്തോട് മല്ലടിച്ചിട്ട്. എൻ്റെ മകൻ അനുഭവിച്ചതിനേക്കാൾ ഇരട്ടി വേദന നിനക്ക് ഞാൻ തരും. ഇത് വാസവൻ്റെ വാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണ് കേട്ടോ. പക്ഷെ അയാളുടെ ഭീഷണിയിലൊന്നും വിക്രത്തിനൊരു പേടി തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ സന്തോഷത്തോടെ വിക്രത്തിനെ കൂട്ടിയിട്ടും അമ്മ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് വിക്രത്തിനെ ആരതി ഒഴിഞ്ഞിട്ടൊക്കെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ദിവസം അവൻ പോലീസ് സ്റ്റേഷനിൽ കടന്നതല്ലേ, എല്ലാവരും ഇനി തിരിച്ചു വരില്ല, ജയിലിൽ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ച വിക്രം ജീവനോടെ ഒരു കേസും ഇല്ലാണ്ട് കേസിൽ നിന്നൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്, മാഷിനും ഉണ്ട്. പക്ഷെ മാഷ് അത് മുഖത്ത് കാണിക്കുന്നില്ലെങ്കിലും മാഷിനും സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ അവിടെ വേദ മാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വേദയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. വേദയുടെ മൊഴികളെയൊക്കെ ദർശൻ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. ദർശൻ എന്തിനത് ചെയ്തു എന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. വേദ അപ്പം വീട്ടിലേക്കല്ല വന്നത്, വേദ നേരെ ദർശനെ കാണാനാണ് വേദ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേദയ്ക്ക് അറിയണം ദർശൻ എന്തിനാണത് അങ്ങനെ ചെയ്തത്. എല്ലാവരും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് തന്നെയല്ലേ. അപ്പം വിക്രം ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ദർശന് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിന് ദർശൻ വിക്രത്തിനെ രക്ഷിക്കാൻ പോയി, അല്ലെങ്കിൽ എന്തിന് വിക്രത്തിൻ്റെ ഭാഗത്ത് ദർശൻ നിന്നു എന്ന് വേദയ്ക്ക് അറിയണമായിരുന്നു. അപ്പം അതിനു വേണ്ടി ദർശനെ കാണാൻ വേണ്ടി വേദ പോവുമായിരുന്നു കേട്ടോ. അപ്പം വീട്ടിലാണെന്ന് കമലാമ്മ വിക്രത്തിനോട് പറയുന്നുണ്ട്, ഇനി അവളെ നിൻ്റെ ജീവിതത്തിൽ വേണ്ട. നീ കെട്ടിയ താലിക്ക് പോലും ഒരു വില കൽപ്പിക്കാണ്ട്, ഞങ്ങൾ ഇത്രയും പേര് പറഞ്ഞ വാക്കിന് വില കൊടുക്കാതെയാണ് അവൾ നിനക്കെതിരെ വന്ന് സാക്ഷി പറഞ്ഞത്. ഇപ്പോൾ ദർശൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നീ ജയിലിൽ പോകേണ്ടതായിരുന്നു. ദർശൻ വന്നിട്ട് അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കേസ് വാദിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നീ എന്തായാലും ജയിലിൽ പോവായിരുന്നു. അതുകൊണ്ട് ഇനി അവളെ ഈ വീട്ടിൽ ഞാൻ കയറ്റില്ല എന്നൊക്കെ കമല പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തിനാ അവളോട് അമ്മ അങ്ങനെയൊന്നും ചെയ്യരുത്, അവൾ കണ്ട കാര്യമല്ലേ അവൾ പറഞ്ഞത്, ഞാൻ ചെയ്ത കാര്യമാണ് അവൾ പറഞ്ഞത്. പക്ഷെ ഞാനത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് അവൾക്കും അറിയില്ല, ഇവിടെ ആർക്കും അറിയില്ല. ഞാനത് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ സാക്ഷി പറയാൻ വരില്ലായിരുന്നു. അവളുടെ ന്യായം നോക്കി അവളുടെ സത്യങ്ങൾ, അവൾക്ക് അവളുടേതായ ചിന്താഗതികളും മനോഭാവങ്ങളൊക്കെ ഉണ്ടാകും അമ്മ. അതുകൊണ്ട് തന്നെ അവൾ ചെയ്തതിന് തെറ്റായിട്ട് ആരും വ്യാഖ്യാനിക്കേണ്ട. അവൾ ഇവിടെ വന്ന് താമസിക്കുകയാണെന്ന് വെച്ചാൽ താമസിച്ചോട്ടെ, അതിനൊന്നും അമ്മ ഒന്നും പറയണ്ട. അവൾ ചെയ്തത് തെറ്റാണെന്നും കരുതണ്ട എന്ന് പറയാൻ കേട്ടോ. വിക്രം വേദന ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി അവളെ സമ്മതിക്കില്ല, അവളുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയാൻ കേട്ടോ. അവളുടെ സാധനങ്ങളൊക്കെ ഞാൻ വലിച്ച് പുറത്തിടും, അവളുടെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ പലവട്ടം അവളെ പുറത്താക്കാൻ നോക്കിയിട്ടുണ്ട്, അപ്പോൾ അവളെ പിടിച്ചു നിർത്തിയത് അമ്മ തന്നെയല്ലേ. ഇപ്പം ഈ ഒരു കാര്യത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇനി അവളെ പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ് കേട്ടോ. അപ്പം ഭക്ഷണം കഴിക്കില്ല വെച്ചാൽ ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിക്രം പോവാണ് കേട്ടോ. പിന്നെ വിക്രം കുളിച്ചിട്ടൊക്കെ വന്നു, ഭക്ഷണം കഴിക്കാനിരുന്നു. കുറേ സമയമായിട്ടും വിക്രം കോടതിയിൽ നിന്നൊക്കെ വന്നിട്ട് കുറേ സമയമായിട്ടും വേദേനെ കാണാനില്ല. വിക്രം ആലോചിക്കുന്നുണ്ട്, ഇവളിപ്പോൾ എവിടെ പോയതാ, ഇത്ര നേരമൊന്നും വൈകില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വേദയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്, വേദേനെ വാസവൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയായിരുന്നു കേട്ടോ. വേദേനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് വാസവൻ്റെ ആൾക്കാർ. എന്നിട്ടൊരു ഗോഡൗണിൽ വേദേനെ അടച്ചിട്ടിരിക്കുകയാണ്, കൈയൊക്കെ പൂട്ടി കെട്ടിയിട്ട് വേദേനെ അവിടെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നത്, എന്താ കാര്യം പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല ബോൾഡായിട്ട് തന്നെ വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അഭിലാഷം കൂട്ടനെയൊക്കെയാണ് തട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ എന്തിനാണ് നീ പറയും, ഞങ്ങളുടെ സാറ് വന്നു കഴിഞ്ഞാൽ നിന്നെ എന്തിനാ കൊണ്ടുവന്നതെന്ന് പറയുമെന്ന് പറയും കേട്ടോ. ആരാണ് നിൻ്റെ സാറ് വിളിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇതാവുന്നുണ്ട്. മര്യാദയ്ക്ക് എന്നെ അയച്ചു വിട്ടോ, എൻ്റെ ഭർത്താവ് എങ്ങാനും അറിഞ്ഞ നിങ്ങളുടെ പൊടി പോലും ബാക്കി വെച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയാൻ കേട്ടോ.
അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, അവനെ കിട്ടാൻ വേണ്ടി തന്നെ നിന്നെ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാസവൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാസവനെ കണ്ടതും വേദ ഞെട്ടുട്ടോ. വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നത്? ഞാൻ നിങ്ങൾക്ക് സഹായമല്ലേ ചെയ്തത്? നിങ്ങളുടെ മകന് പറ്റിയത് ഞാൻ തുറന്നു പറയുകയല്ലേ ചെയ്തത്? എൻ്റെ ഭർത്താവിന് എതിരെ ഞാൻ സാക്ഷി പറഞ്ഞത് നിങ്ങളുടെ മകന് വേണ്ടിയിട്ടും നിങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ എന്നല്ല ചോദിക്കുന്നുണ്ട് കേട്ടോ വേദ. അപ്പോൾ വാസവൻ പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്, നീ എന്നെ സഹായിക്കാനാണ് വന്നതെന്ന്. പിന്നെയല്ലേ മനസ്സിലായത് നീയും നിൻ്റെ സുഹൃത്തും നിൻ്റെ ഭർത്താവൊക്കെ കൂടി ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു എന്ന്. നിൻ്റെ സുഹൃത്തല്ലേ, അല്ലെങ്കിൽ നിന്നെ കെട്ടാനിരുന്ന പയ്യനല്ലേ ഇപ്പോൾ വിക്രത്തിന് വേണ്ടി വാദിച്ചത്, അവനെ പുറത്തിറക്കിയതൊക്കെ. അപ്പം നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാകുന്ന ഒത്തുകളിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ഞങ്ങളുടെ കൂടെ കൂടിയതാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്താ വിചാരിച്ചിരുന്നത്? നീ ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ നിന്നെ ഞാൻ അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത്? ഒന്നുമല്ല. ശരിക്കും അവനെ ജയിലിൽ കയറ്റണമെന്നും എനിക്കുണ്ടായിരുന്നില്ല. അവനെ പുറത്തിട്ട് തീർക്കാൻ തന്നെയായിരുന്നു എൻ്റെ പ്ലാന്. എൻ്റെ മകൻ അനുഭവിച്ചതിൻ്റെ ഇരട്ടി വേദന അവൻ അനുഭവിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ കേസും കൂട്ടൊക്കെ ആയിട്ട് ഇതുവരെ എത്തിയെങ്കിൽ അങ്ങനെ അവൻ ജയിലിൽ വെച്ചിട്ട് അവനെ തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതും നടന്നില്ല. ഇനി അവൻ വരും, എൻ്റെ കാൽക്കീഴിൽ വരും. നിന്നെ അന്വേഷിച്ചിട്ട് അവൻ വരും. നിന്നെ അന്വേഷിച്ചിട്ട് അവനും വരും, നിൻ്റെ ഫ്രണ്ടും വരും. അപ്പോൾ 3 പേരെയും ഞാൻ ഇവിടെ ഇട്ട് തീർക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷി പറയാൻ പോയത്, അല്ലാതെ ഞാൻ ആരുടെ കൂടെ ഒത്ത് കളിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. എൻ്റെ മകനെ രക്ഷിക്കാൻ നീ ആരാ? എൻ്റെ മകന് ഇഷ്ടമുള്ള പോലെ അവൻ ജീവിക്കും. അവനെ ശിക്ഷിക്കാൻ നിൻ്റെ ഭർത്താവ് ആരാ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനങ്ങനെ ചെയ്തോട്ടെ. അവൻ ന്യായീകരിക്കാനും നീതി നടപ്പാക്കാനൊക്കെ നിൻ്റെ ഭർത്താവ് ആരാ? അവന് ഇഷ്ടമുള്ള പെൺകുട്ടികളെ നശിപ്പിക്കും. അതൊക്കെ ചോദ്യം ചെയ്യാൻ ഇവനാരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് വേദയ്ക്ക് കാര്യം മനസ്സിലാവുക. അപ്പോൾ വിക്രം എന്തിനാണ് വരുണിനെ തല്ലിയത് എന്നുള്ള കാര്യം അപ്പോഴാണ് വേദയ്ക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോഴാണ് വാസവൻ പറയുക, അവൻ ആ പെൺകുട്ടീനെ അങ്ങനെ ചെയ്തു വെച്ചാലും അത് ചോദ്യം ചെയ്യാൻ ഇവനാരാ? അവൾക്ക് എൻ്റെ മകൻ പറഞ്ഞപ്പോൾ അവൾ വഴങ്ങി കൊടുത്താൽ മതിയായിരുന്നു. അന്ന് അവൾ അത് ചെയ്യാത്തത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെ അവളെ ഇതാക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെയ്ത സംഭവങ്ങളൊക്കെ വാസവൻ വലിയ കാര്യമായിട്ട് വേദയുടെ മുന്നിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ആകെ പുച്ഛവും ഒരു വെറുപ്പൊക്കെ തോന്നിയിട്ടോ അയാളോട്. ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷി പറയാൻ പോയത്. അപ്പോൾ ഒന്നും ആലോചിക്കാണ്ട് ഞാൻ വിക്രത്തിനെതിരെ നിന്നു. വിക്രം ചെയ്തത് നന്നായി. ആ കുട്ടിയുടെ പേര് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വിക്രം അത് ആരോടും പറയാതിരുന്നത് എന്നൊക്കെയുള്ള കുറ്റബോധം വേദയുടെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ശരിയാണ്, വിക്രം നല്ലത് വിചാരിച്ചിട്ടാണ് ചെയ്തത്, എൻ്റെ ഭാഗത്തും കൂടി തെറ്റുണ്ടായിരുന്നു എന്നൊക്കെ വേദ അപ്പം മനസ്സിലിങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പോൾ ദർശൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും വിക്രത്തിന് വേണ്ടി വാദിക്കാൻ വന്നിട്ടുണ്ടാവുക എന്നൊക്കെ വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദയോട് ഇയാൾ പറയുന്നുണ്ട്, ഇന്ന് കഴിഞ്ഞ് നാളെ അവൻ നിന്നെ അന്വേഷിച്ച് വന്നില്ലെങ്കിൽ ഇവർക്കൊക്കെ ഉള്ള എൻ്റെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഫ്രണ്ട്സിനുള്ളതാണ് നീ എന്നൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ വേദയോട്. വേദയ്ക്ക് പേടിയാവാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ വേദേനെ അന്വേഷിച്ച് അന്ന് ഒരു ദിവസം മുഴുവൻ വേദ വീട്ടിലെത്തുന്നില്ല കേട്ടോ. അപ്പോൾ വിക്രത്തിന് പേടിയാവാൻ തുടങ്ങി. ഇവളെവിടെ പോയി എന്ന് ഒരു ഡൗട്ട് വിക്രത്തിന് വരാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വേദയുടെ മുത്തശ്ശി വിക്രത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളെ കൈവിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, നിനക്ക് ദേഷ്യം ഉണ്ടാവും, നിനക്കെതിരെ സാക്ഷി പറഞ്ഞതിൽ നിനക്ക് ദേഷ്യം ഉണ്ടാവും, പക്ഷെ നീ അത് അവളോട് പ്രകടിപ്പിക്കരുത്, അവളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ സംസാരത്തിൽ നിന്ന് അവന് മനസ്സിലായി വേദ എന്തായാലും അവിടേക്ക് പോയിട്ടില്ല. പിന്നെ അവൾ എവിടെ പോയി എന്നുള്ള ചിന്തയാവും കേട്ടോ വിക്രത്തിന്. അങ്ങനെ വിക്രം വേദനെ അന്വേഷിച്ചിറങ്ങുകയാണ്. അങ്ങനെ വേദനെ കണ്ടുപിടിക്കുന്നുണ്ട്, വേദനെ രക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിലാണ് വിക്രത്തിനോട് വേദ മാപ്പ് പറയുന്നുണ്ട് കേട്ടോ, ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ നിങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് തെറ്റാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകളുണ്ടെങ്കിലും നീ അത് ക്ഷമിക്കുമായിരുന്നു. പക്ഷെ വാസവൻ എത്ര വലിയ ആളാണ്, എത്ര സ്വാധീനമുള്ള ആളാണെന്ന് നിനക്കറിയാം. ഞാൻ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അതെൻ്റെ ജീവന അപകടമാണെന്ന് വിചാരിച്ചിട്ടാണ് നീ സാക്ഷി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വിക്രം നേരെ തിരിച്ച് വേദനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സീനൊക്കെയാണ് കാണിക്കുന്നത്. വേദനെ വാസവൻ്റെ കയ്യിൽ നിന്ന് വിക്രം രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വാസവൻ്റെ വായിൽ നിന്ന് വിക്രത്തിൻ്റെ നിരപരാധിത്വം അല്ലെങ്കിൽ വിക്രം ചെയ്ത നന്മ വേദ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്